അനേകാർക്ക നക്ഷത്ര കോടി പ്രപഞ്ചം ഉരുക്കൂട്ടിയോരാച്ചിദാനന്ദനാദം. ചേങ്ങോട്ട് അപ്പുകുട്ടി എന്ന ഒരു മാന്യ വ്യക്തി ഇത്രയും നല്ലൊരു ക്ഷേത്രം അരിയല്ലൂരുള്ള ഹിന്ദു സമാജത്തിനുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ആരും ഇങ്ങോട്ട് വരാത്തത്? അദ്ദേഹം എന്ത് ചെയ്യുന്നറിയോ? നിത്യവും വീട്ടിൽ നിന്ന് എണ്ണ കൊണ്ടുവന്ന് ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറി കത്തിക്കാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ആ മതിലിനോട് ചേർന്നുള്ള ആ ഭാഗത്ത് അദ്ദേഹം തിരിയും എണ്ണയും കൊണ്ടുവന്ന് കത്തിക്കും. നമ്മുടെ ഇന്ദ്രിയങ്ങളെയൊക്കെ അകത്തേക്ക് തിരിച്ച് നമ്മുടെ ഉള്ളിലെ സൂക്ഷ്മ ചൈതന്യത്തെ അറിയുവാനോ സാധിക്കാത്ത സാഹചര്യത്തിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ആ ചൈതന്യത്തെ പുറത്ത് കണ്ട് വിശേഷമായി കണ്ട് ആരാധിച്ച് സമർപ്പിച്ച് പ്രകൃതിയിലെ ഈശ്വരീയതയെയും അകത്തെ ഈശ്വരതയെയും അറിഞ്ഞ് അനുഭവിക്കാനുള്ള വഴിയായിട്ടാണ് പുറത്ത് ദേവതാസങ്കേതങ്ങൾ, ക്ഷേത്രങ്ങൾ നമുക്ക് സൃഷ്ടിച്ചു നൽകിയത്. അരിയല്ലൂർ ശ്രീ മഹാശിവക്ഷേത്രത്തിലെ കുടിയേറിയ ഉത്സവത്തോടനുബന്ധിച്ച് ഇന്നിവിടെ നടക്കുന്ന ഈ ചടങ്ങിൻ്റെ ഭവ്യതയെയും അതിൻ്റെ പ്രാധാന്യത്തെയും കുറിച്ച് സ്വാഗത പ്രസംഗത്തിൽ വളരെ വിശദമായി സംസാരിക്കുകയുണ്ടായി. തപശക്തി കൊണ്ട് സ്വായത്തമാക്കിയ ആന്തരികമായ ആത്മീയോർജ പ്രകർഷം കൊണ്ട് ഇവിടെ പ്രതിഷ്ഠിതമാക്കിയ ദേവചൈതന്യം, അതാണ് ഈ ക്ഷേത്രഗാത്രത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത്. അടുത്തതായി ആശംസ അരിയല്ലൂർ മാധവാനന്ദ വിലാസം ഹൈസ്കൂളിലെ റിട്ടയർഡ് ഹെഡ് മാസ്റ്ററായിരുന്ന ശ്രീ ഭാനുവിക്രമൻ നായർ അവർകളെ ക്ഷണിച്ചുകൊള്ളുന്നു. സനാതനധർമ്മത്തിൻ്റെ വിവിധ വശങ്ങളെ പറ്റിയുള്ള വിശദീകരണത്തിനും ആസ്വാദനം അത് വളരെ സന്തോഷകരമായി ഞാൻ അവർക്ക് രണ്ടുപേർക്കും പ്രത്യേകം കൈകൊള്ളുന്നു. സമാനമസ്തു ഓമനോ യഥാവസ്തു സഹാസതി. ഓം ശാന്തി ശാന്തി.